കോഴി ഇവിടെ അതിനറിയാം. ചോച്ചമ്മ അപ്പോൾ കുറച്ച് നേരം നമ്മൾ ചെടികൾ ഈ കിളികളൊക്കെ ഒന്ന് കുട്ടികൾ കളിപ്പിച്ചതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ ഗാർഡൻ ഉണ്ട്, നഴ്സറി. ഇവിടെ നമുക്ക് ചെടികളൊക്കെ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ വലുപ്പത്തിലുള്ളത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള സൈസ് അങ്ങനെ ഉണ്ടോ. ഇതിന് കണ്ടോ അരളിയ അതിനൊക്കെ 100 രൂപയാണ് ഒരു ചെറിയ ചട്ടി. അങ്ങനെ ബ്ലാക്ക് കളറുള്ള ബാഗില്ലേ അതിൽ വെച്ചിട്ടുള്ളതിന് 100 രൂപയ്ക്ക് ഒരു ചെടിക്ക്. ഇതിന് കണ്ടോ ഇത് 200 റുപ്പീസ്. അങ്ങനെ എല്ലാത്തിനും റേറ്റും എല്ലാ പ്ലാന്റിൻ്റെയും ഒറിജിനൽ നെയിമും അവരവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പേരറിയാത്ത കുറേ ചെടികളുണ്ട്, നമ്മുടെ വീട്ടിലുള്ള ചെടികളുണ്ട്, പറമ്പിൽ കാണുന്ന ചെടികളുണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് ചെടികളും അവിടെ അവൈലബിൾ ആണ്. എല്ലാത്തിനും കറക്റ്റ് പേര് എഴുതി വെച്ച് ഒരു പീസിൻ്റെ റേറ്റ് വരെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഫുള്ളൊരു ഗ്രീൻ കളറിലാണ്. ഇതിൻ്റെ മുകളിൽ ഒരു നെറ്റ് ഇട്ടാണ് കാരണം ഫുൾ പച്ചമയാണ്. അതുപോലെ നല്ല തണവുണ്ട് കേട്ടോ, എപ്പോഴും നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മിൽക്കി ബാമ്പു കണ്ട ഇത് നന്നായിട്ട് വലുതാവും. ഇതിൻ്റെ ചെറിയ തൈകളാണ് ഇതിലുള്ളത്. നമുക്ക് ഓക്സിജനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബാമ്പൂസൊക്കെ നമ്മൾ നടുകയാണെങ്കിൽ നല്ലതാണ്. കണ്ടോ ഇത് നമ്മുടെ ഗേറ്റിൻ്റെ പുറത്തേക്ക് മതിലിൻ്റെ അവിടെയൊക്കെ വയ്ക്കുന്ന ചെടിയാണ് സ്പൈഡർ പ്ലാന്റ്. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടോ ഇത് മറ്റേ ചെമ്പരത്തിയാണ്, ഈ ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിലുള്ളത്. 50 രൂപയൊക്കെയാണ്, 50 മുതൽ 75 രൂപയൊക്കെയാണ് ഒരു കവറിന് വരുന്നത് കേട്ടോ. ഈ ചെടി കണ്ടോ ഒരു അട്പാം നമ്മൾ കയറി വരുമ്പോൾ കണ്ടില്ലേ 2 സൈഡിലും ആ ചെടിയാണ്. ഇത് 1200 1500 റേഞ്ചാണ് ഒരു ചട്ടിക്ക് വരുന്നത് കേട്ടോ. അത് അത്യാവശ്യം ഒരു മീഡിയം റേഞ്ച്, വല്ലാണ്ട് ചെറുതുമല്ല എന്നാൽ മരമല്ല. 1200 റേഞ്ച് വരുന്നുണ്ട്. നല്ലതാണ് കേട്ടോ, നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ല തണലും അതുപോലെ തന്നെ ഓക്സിജൻ്റെ ഇതൊക്കെ നന്നായിട്ട് കിട്ടും. പിന്നെ കുറേ മാവ്, പ്ലാവ്, ചക്ക, മാങ്ങ, റംബൂട്ടാൻ അങ്ങനെ കുറേ തരം കണ്ടു കേട്ടോ. കുട്ടൂസ് ഇതവിടെ ഉണ്ട്. അതിനെത്ര ഇതവിടെ ഉണ്ട്. ഇത് കണ്ടില്ലേ ഇതും ഒരു ടൈപ്പ് ഓഫ് ബാമ്പു ആണ് കേട്ടോ. ഇത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ടാസ്ക് വരുന്നത് ഒരു കനാലുണ്ട്, അതിൻ്റെ മേലെ ഒരു പാലമുണ്ട്. ഈ പാലത്തിൽ ഇപ്പം കൂടെ നമ്മൾ ക്യാമറ കൈ പിടിച്ച് നടക്കാത്തിരി റിസ്ക് ആയിരുന്നു കേട്ടോ. നമ്മൾ വല്ലാണ്ട് വീതിയൊന്നും ഇല്ല. അപ്പോൾ അങ്ങോട്ട് കടന്നു പോകുമ്പോൾ അങ്ങോട്ട് വീണ കുളമാണ്. പിന്നെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ എന്താ പറയുക ഒക്കെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളും കുറേ എന്താ പറയുക എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളിതുവരായിട്ട് ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വന്ന് നോക്കുക. പ്രത്യേകിച്ച് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊന്നും ഇല്ല. കുട്ടികൾക്കും അതുപോലെ നമ്മൾ അഡൾട്ടിനും എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അപ്പോൾ നല്ല ഒരു പ്ലേസാണ് കേട്ടോ. ഇതിൻ്റെ ആ ചെടിയുടെ പേര് നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല.
കുറച്ചധികം സമയം ആവശ്യമാണ്. ഞങ്ങൾ വന്ന സമയം കറക്റ്റായില്ല. കറക്റ്റ് ഉച്ച നേരത്ത് വന്നു. ഉച്ച സമയത്ത് വന്നതിന് റൈഡുകളൊന്നും ഓപ്പൺ ആയിരിക്കില്ല. ഒരു 3 മണിക്ക് ശേഷമാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഏകദേശം ഞങ്ങൾ 1 മണി ഒക്കെ ആയപ്പോൾ എത്തി. അതുകൊണ്ട് തന്നെ തിരിച്ച് പോരാറായപ്പോഴാണ് അതൊക്കെ ഓപ്പൺ ആയത്. പിന്നെ വയ്യാത്ത കാരണം കുട്ടികളൊന്നും അതിൽ കയറ്റിയില്ല. കണ്ടോ, അവിടെ താമരയുണ്ട്. താമര മുട്ട് ഇങ്ങനെ വിരിയാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാനൊന്ന് വിരിയിക്കാൻ നോക്കി വിരിഞ്ഞില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വഴി കണ്ടു നോക്കൂട്ടോ. എനിക്കൊന്ന് ഇടയിൽ എന്തെങ്കിലും ബ്രീഫ് പോലെ പറയാം കേട്ടോ. ലാസ്റ്റ് ടൈം ആയപ്പോഴാണ് ഞങ്ങൾ ട്രെയിനിൽ കയറിയത്. പിന്നെ അതിൻ്റെ ഇടയിൽ കളിക്കാനൊക്കെ പോയി. അപ്പോൾ നിങ്ങളെല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഓരോ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എടുത്തിട്ടുണ്ട്. ഇത്തിരി വലിയ വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കും. അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ആര്യവേപ്പിന് 50 രൂപ. ആര്യവേപ്പിന് മറ്റൊരു ഫ്രൂട്ടില്ലേ, ഏത് അത് പേരുണ്ടോ? ഡിവിയാ സാധനത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. മറ്റൊരു ഫ്രൂട്ടിലൂടെ ഈ കളിച്ചെടി പോലെ നമ്മൾ ഈ ചെടിയിൽ കാണുന്നതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി കേട്ടോ. അപ്പോൾ ഇതും ഇങ്ങനെ ഓരോന്നായിട്ട് തുമ്പത്തും അവിടെ ഇടിക്കായിട്ട് തന്നെ ഉണ്ടാവുക കേട്ടോ. ഗ്രീൻ ഫിക്കസ് 80 രൂപ. ചാമ്പക്കായയുടെ ചാമ്പ ഇത് നമുക്ക് അതിൽ കയറിയിരുന്നാലേ മൊത്തം കാണിക്കാറ്. ഇത് പിന്നെ മുങ്ങിയാലും പിടിക്കാം. അതെ, ആന്റി ഒരു ട്രൈപോഡ്. ഇങ്ങോട്ട് നോക്ക്. റോഷു അതിന്റെ തല അങ്ങോട്ട് തിരിക്കും. അതെ വാ വാ. ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കുട്ടികൾക്ക് ഇങ്ങനെ റൈഡ് ചെയ്യാനുള്ള കാറുകളും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതൊന്നും ഓപ്പൺ ആയിരുന്നില്ല. ആക്ച്വലി ഒരു 3 മണി തൊട്ടാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇത്തിരി തണലുള്ള കാരണം ഇന്നലെ ഭയങ്കര തണലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇരുന്നു. പിന്നെ കുറച്ച് അങ്ങോട്ട് നടന്നപ്പോൾ ഈ ഒട്ടകം അതുപോലെ ഹോഴ്സ് അങ്ങനെ
കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ. പല്ലിവിടെ പോയിസ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഹെയർ സ്റ്റൈൽ നോട്ടെ. നല്ല മണമുണ്ട് കേട്ടോ. കുതിര പുറത്ത് പോവാട്ടാ. ഇവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്. അലക്സനെ എള്ളിക്കോളത്തിൽ കയറാൻ പറ്റുമോ? ഇതിന് ചുറ്റും ഇങ്ങനെ തടാകങ്ങളുള്ള കാര്യം ബോട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് ചുറ്റും ഇങ്ങനെ ഓടിച്ച് ബോട്ട് ഓടിച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ഫുഡ് കഴിച്ചത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഗുഹ പോലെയുണ്ട്. കാണുമ്പോൾ പേടിയായാലും അപ്പുറത്ത് അങ്ങോട്ട് എത്തുമ്പോഴേക്കും വഴി എത്തിയിട്ടാണ്. അപ്പോൾ വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു രസം ഉണ്ടായിരുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് ആ ആനിമൽസിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എടുത്തില്ല. അത് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ കയറി ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ കൂട്ടുണ്ടോ?
ഫുഡ് കഴിക്കലും അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കളിക്കാനുള്ള പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പാർക്കിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇതിനുള്ള അത്യാവശ്യം ഇങ്ങനെ സ്ലൈഡും അതുപോലെ സീസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഊഞ്ഞാൽ പിന്നെ സ്പ്രിങ്ങില്ലേ, ഈ സ്പ്രിങ് കൊണ്ടിരുന്നിട്ട് നല്ല കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തു ട്രെയിന് കേട്ടോ. അതൊരു വെയിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ട്രെയിൻ ഫുൾ ലോഡായിട്ട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 20 മിനിറ്റ് അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും കേട്ടോ. അതുവരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അത് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കയറി. ഇവിടെ നമുക്ക് നടന്ന് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ വഴികളായി കാരണം ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ ട്രെയിനിലാകുമ്പോൾ ഒരു കറക്റ്റ് വഴി കൂടെ പോയിട്ട് എല്ലാം നമുക്ക് കാണിച്ചു തരും. അപ്പോൾ എല്ലാം കാഴ്ചകളും. അപ്പോൾ കുറേ പിന്നിൽ കുറേ ഫാമിൽ പശുക്കൾ, പട്ടികൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ ട്രെയിനിൽ പോയപ്പോഴാണ് കണ്ടത് കേട്ടോ. നടന്നങ്ങനെ പോയപ്പോഴത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ കുറേ കാണാൻ വേണ്ടിയിട്ട് പറ്റി. പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. കാരണം ഇങ്ങനെ മൃഗങ്ങളൊക്കെ അടുത്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ലോക്കൊക്കെ ഉണ്ട്. ലോക്ക് ഇട്ടതിന് ശേഷം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്താ പറയുക, കുടുക്കമുള്ള ട്രെയിൻ കേട്ടോ. അപ്പോൾ തണ്ടൽ വേദനയ്ക്കുള്ളവർക്ക് ആണെങ്കിൽ നന്നായിട്ട് കൂടി കിട്ടും. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, സൈഡിൽ കുറേ ഇങ്ങനെ മുയലുകൾ, കിളികൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു.
നോക്കിയാരാ താങ്കളാ കൂട്ടിലേക്ക് നോക്ക്. ആ അങ്ങോട്ട് നോക്ക് അതിൽ കിടക്കണണ്ട നോക്കിയ പട്ടിയോള് നോക്ക്. അതെ പട്ടിയും പോന്നപ്പോളേ പിന്നെ അങ്ങോട്ട് കുറച്ച് എത്തിയപ്പോൾ ഇവിടെ ഒരു ട്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇൻസ്ട്രുമെൻ്റൊക്കെ വെച്ചിട്ട് ഇത് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ തോന്നുന്നുണ്ട്. ഒരു 5 മണി സമയത്ത് കൂടെ പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറയുന്നുണ്ടായി, ഡാൻസ് മ്യൂസിക് അങ്ങനെയൊക്കെ. പിന്നെ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കണ്ടോ കുറച്ച് അവർ പ്രാക്ടീസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ കുറേ കണ്ടു. അവിടെ ചെയറൊക്കെ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ഇരുന്ന് നമുക്ക് മ്യൂസിക്കൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സ്ഥലത്ത്, ഇത് നമ്മൾ നേരത്തെ കണ്ട ഹോഴ്സില്ലേ ഒട്ടകമൊക്കെ ഉണ്ടായിരുന്ന ആ സ്ഥലമാണ് കേട്ടോ. അതിന് രണ്ടിൽ കൂടെയൊക്കെയാണ് പോയിരുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് കവർ ചെയ്ത് കിട്ടും. ഇവിടെ മറ്റേ യന്ത്രവും ഞാൻ അതുപോലെ തന്നെ ഈ കറങ്ങുന്ന കപ്പില്ലേ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിലിപ്പോൾ അങ്ങനെ അധികം ആരും കയറുന്നില്ല എന്നുണ്ട്, കാരണം കുട്ടികൾക്കൊക്കെ പേടിയായ കാരണം അധികം ആരും കയറില്ല. ആ കാറ് റൈഡ് ചെയ്യണതിലൊക്കെ പിള്ളേരൊക്കെ കയറി തുടങ്ങി കേട്ടോ. കാരണം ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, വെയിലാറി കഴിഞ്ഞതിന് ശേഷം. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നോക്ക് അവിടെ ഒരാളിരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. നല്ല രസമായിട്ടുണ്ട് അല്ലേ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ച് ട്രെയിൻ ഇറങ്ങി അതിന് ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നമുക്ക് 4 പേർക്ക് മാക്സിമം അതിൽ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഒരാൾക്കും കൂടി ഇരിക്കാം. പക്ഷേ ഞങ്ങൾ 3 അഡൾട്ടും 4 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ 7 പേരുള്ള കാരണം പോകാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ കുറേ അടിപിടിയൊക്കെ ഉണ്ടായി പിള്ളേർ. പക്ഷെ അതൊക്കെ ചീത്ത പറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ അത് ഒതുക്കി. പിന്നെ ഞങ്ങൾ എടുത്ത ടിക്കറ്റിൻ്റെ കാർഡ് കിട്ടുമല്ലോ, ആ കാർഡ് കൊടുത്ത് റിട്ടേൺ ചെയ്തു കേട്ടോ ടിക്കറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോരാമെന്ന് വിചാരിച്ചു. പിന്നെ വയ്യാണ്ടായി എല്ലാവർക്കും. അപ്പോൾ ഞങ്ങളൊരു 12:30 നേരത്തൊക്കെയാണ് എത്തിയത്. തിരിച്ചൊരു 5 മണി 5:30 നേരത്ത് ഞങ്ങൾ തിരിച്ച് പോകുന്നു. തിരിച്ച് വരുമ്പോൾ വേറെ വഴിക്കൂടെ അവർ തിരിച്ചു വിട്ടിട്ട്, കാരണം അപ്പുറത്തുനിന്ന് ഇങ്ങനെ ഈ സമയത്താണ് എല്ലാവരും വരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ബ്ലോക്ക് ആവാണ്ടിരിക്കാൻ ചെറിയൊരു എന്താ പറയുക, ഒരു കാറ് വന്ന ഓപ്പോസിറ്റ് കാറ് വന്ന ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ റോഡാണ്, ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടാണ് ഈ സ്ഥലം. അപ്പോൾ അതിന് ഞങ്ങൾ KFC കഴിക്കാമെന്ന് വിചാരിച്ച് KFC കഴിക്കാനിരിക്കും. ആലക്കുടയിൽ നമ്മുടെ സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ അടുത്തില്ലേ അവിടേക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചു. ബാക്കി ഫുഡ് വന്നതിനുള്ള ശേഷമുള്ള വിശേഷങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു എൻ്റർടൈൻമെൻറ്റ് കൈൻഡ് ഓഫ് വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ആരൊക്കെ ഇവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് വരെ ബൈ.